ഹായ് ഗൈസ്, എൻ്റെ പേര് ജ്യോതി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ സെൽസിലെ അടുത്ത ടോപ്പിക്കാണ് ന്യൂക്ലിയസ്. സോ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പല ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസിൽ നമ്മൾ ഒരു സെല്ലിൽ കാണപ്പെടുന്ന പലതരം ഓർഗനൈസ് നമ്മൾ ഡിസ്കസ് ആക്കി. നമുക്കത് ആക്ച്വലി ഡിസ്കസ് ആക്കി തന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓർഗനലാണ് ഡിസ്കസ് ആക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ന്യൂക്ലിയസ് എന്നുള്ള നമ്മുടെ താഴെയുള്ള ക്ലാസ്സസ് നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂക്ലിയസ് എന്നുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂക്ലിയസ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ബ്രഷപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ഏറ്റവും ചുരുക്കി 4 ആക്കി പറയാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 3 എണ്ണമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ഒരു പോയിന്റ് സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ സെൻട്രൽ പാർട്ടാണെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അത് സ്ഫെറിക്കൽ ഇൻ ഷേപ്പാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളത് പിക്ചറിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു സെല്ലാണ് എന്നാണെങ്കിൽ അതിന് നടുക്കുള്ളത് ന്യൂക്ലിയസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പാണ്. ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ നമ്മളിപ്പോൾ ഒരു ഡയാമീറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 10 to 22 മൈക്രോ വരെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ തേർഡ് പോയിന്റിലേക്ക് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. തേർഡ് പോയിന്റ് എന്താണ്? ഒരു സെല്ലിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗനലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു സെൽ, ആ സെല്ലിനകത്ത് പല പല ഓർഗനൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വോളിയൂംസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വോളിയം കൊടുക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസ് ആയിരിക്കും. ദാറ്റ് ഇസ് 10% ഓഫ് എ സെൽസ് വോളിയം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. thus making it the largest cell organelle. ഏതാണ്? ന്യൂക്ലിയസ്. അപ്പോൾ നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂക്ലിയസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് തേർഡ് പോയിന്റ് ആണ്, ലാർജസ്റ്റ് ഓർഗനൽ ഇസ് ന്യൂക്ലിയസ്. ഓക്കെ, പിന്നെ ഫൈനൽ പോയിന്റ് നമുക്കറിയാം നമ്മുടെ എല്ലാ ഹ്യൂമൻസും, അല്ലെങ്കിൽ ഹ്യൂമൻസ് മാത്രം ഏതൊരു ലിവിങ് തിങ് എടുക്കുകയാണെങ്കിലും നമ്മുടെ പ്രൈമറി എയിം ബയോളജിക്കലി സ്പീക്കിംഗ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനാണ്. നമ്മൾ ഏറ്റവും മൈനർ ലെവലിലേക്ക് അത് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ സെൽസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുകയാണെങ്കിൽ സെൽസിൻ്റെ റീപ്രൊഡക്ഷന് തുല്യമായി നടക്കുന്ന ഒരു കണ്ടീഷനാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ സെൽ ഡിവിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ പ്ലേ ചെയ്യുന്നത് ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയസ് ആയിരിക്കും. ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ സെൽ ഡിവിഷൻ പോസിബിൾ ആയിരിക്കും. അങ്ങനെ മെയിൻ 4 പോയിന്റ്സ് ആണ്. നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു വിടാം. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ട് ഓഫ് എ സെല്ലാണ്. അത് സ്ഫെറിക്കൽ ഇൻ ഷേപ്പാണ്. ലാർജസ്റ്റ് സെൽ ഓർഗനലാണ്. ദാറ്റ് ഇസ് 10% ഓഫ് എ ടോട്ടൽ വോളിയം ഓഫ് എ സെൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ന്യൂക്ലിയസ് ആയിരിക്കും. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഓർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സെൽ ഡിവിഷൻ. ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂക്ലിയസ്. സിമ്പിൾ ആണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് വരാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയസ്. ഇതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ ന്യൂക്ലിയസിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിൻലി 2 ക്രൈറ്റീരിയാസിൻ്റെ അടിയിൽ അവരെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിൽ. ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ട് എന്നാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയസ്, അങ്ങനെ 2 വെരി സിമ്പിൾ ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് ന്യൂക്ലിയസിൻ്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രൈറ്റീരിയയിലേക്ക് വരാം. ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സെല്ലെടുത്തു, ആ സെല്ലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ന്യൂക്ലിയസ് പ്രസന്റ് ആണ് എന്നാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂകാരിയോട്ടിക് സെൽസ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയസ് 2 ക്രൈറ്റീരിയാസ്. പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ. പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ന്യൂക്ലിയസ് പ്രസന്റ് ആണെന്ന് കാണുന്നുവെങ്കിൽ അതിനകത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂകാരിയോട്ടിക് സെൽസ്. ഇനി ന്യൂക്ലിയസിന്റെ പ്രസൻസ് ഇല്ലെങ്കിലോ അവർ പ്രോകാരിയോട്ടിക് സെൽസ് ആണ്. സിമ്പിൾ ലോജിക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രസൻസ് കണ്ടു, ന്യൂക്ലിയസിന്റെ പ്രസൻസ് കണ്ടു, നമുക്ക് എന്ത് നോക്കാം? എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ക്രൈറ്റീരിയയിലേക്ക് വരുന്നു, നമ്പർ ഓഫ് ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ യൂണിന്യൂക്ലിയേറ്റഡ്, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. പ്രോകാരിയോട്ടിക് സെൽസിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാക്ടീരിയ സെൽസ് ആണ്. അത് നമുക്ക് ഈക്കോളൈ നല്ലൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ 10th പ്ലസ് 2 പഠിക്കുന്ന ഒരു കോമൺ എക്സാമ്പിൾ ആണ് ഈക്കോളൈ എന്ന് പറയുന്നത്. യൂകാരിയോട്ടിക്, അതായത് ന്യൂക്ലിയസിന്റെ പ്രസൻസ് ഉള്ളത് എന്ന് പറയുന്നത് WBCയും RBCസുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ RBCയെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗൂഗിൾ അടിച്ച് നോക്കുകയാണ് RBCക്ക് ന്യൂക്ലിയസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ കിട്ടും RBCക്ക് ന്യൂക്ലിയസ് ഇല്ല എന്നാണ് നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ RBC അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. വേറെ അവരവരുടെ മെച്ചുറേഷൻ സ്റ്റേജ് പോകും തോറും
ഈ RBCയിലെ അവരുടെ ന്യൂക്ലിയസ് ഇല്ലാതെ പോകുന്നു. ബട്ട് ഈവൻ ദോ അവരുടെ ലൈഫിലെ ഏതൊരു പോയിന്റിനകത്ത് അവർക്ക് ന്യൂക്ലിയസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അവരെ യൂകാരിയോട്ടിക്കിന്റെ അടിയിൽ തന്നെയാണ് കൂട്ടുക. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, RBCക്ക് തുടക്കത്തിൽ ന്യൂക്ലിയസ് ഉണ്ടാവും, ബട്ട് പോകെ പോകെ അവർക്ക് നഷ്ടമായി പോകും. ബട്ട് സ്റ്റിൽ വി കൺസിഡർ ദം ആസ് എ യൂകാരിയോട്ടിക് സെൽ. അത് നോട്ട് ചെയ്യാം. ഇനി അടുത്ത ക്രൈറ്റീരിയയിലേക്ക് വരാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ്, എന്തുമാത്രം നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഉണ്ടെന്നുള്ളതിന്റെ ആദ്യത്തേത് എന്ന് പറയുന്നത് യൂണിന്യൂക്ലിയേറ്റഡ്, അതായത് ഒരു ന്യൂക്ലിയസ് മാത്രമേ ഉള്ളത്. അത് നമുക്ക് നമ്മുടെ ഈസ്റ്റ് സെല്ലിലൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുന്നത് മൾട്ടി ന്യൂക്ലിയേറ്റഡ്. നമ്മുടെ ബോഡിയിൽ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽ സെൽസ് ആണ്. നമുക്ക് എന്തുമാത്രം മസിൽ സെൽസ്, നമ്മൾ പല മസിൽ സെൽസ് പഠിച്ചിരുന്നു അല്ലേ? സ്കെലിറ്റൽ മസിൽ സെൽ, കാർഡിയാക് മസിൽ സെൽ, സ്മൂത്ത് മസിൽ സെൽസ് അല്ലേ? അതിൽ സ്കെലിറ്റൽ മസിൽ സെൽസ് ഒരു സെല്ലിൽ തന്നെ പല ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ നല്ലൊരു എക്സാമ്പിൾ ആണ് സ്കെലിറ്റൽ മസിൽ സെൽസ്. അത്രയേ ഉള്ളൂ സെക്കൻഡ് പോർഷൻ. അതും കഴിഞ്ഞ് സിമ്പിൾ ആണ്. നമുക്ക് ഇനി അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ തേർഡ് സെക്ഷനിലേക്ക് പോവാണ്, സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയസ്. നമ്മളിവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ഫോർമുലത്തിൽ ഒരു ഡയഗ്രാം വരച്ച് വെച്ചിരിക്കുകയാണ് സെല്ലിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിലേക്ക് പോവാം. ഇതിപ്പോൾ ഒരു സെല്ലാണ്. ഈ A എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു മെംബ്രെയിൻ ബൗണ്ട് സെൽ. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു സ്ഫെറിക്കൽ സ്ട്രക്ചർ കാണാം. സെൻട്രൽ പാർട്ട് ഓഫ് എ സെൽ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്സ്. സെൻട്രൽ പാർട്ട് ഓഫ് എ സെൽ ആണ്, സ്ഫെറിക്കൽ ആണ്, അത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. അതിന് ചുറ്റും ഒരു ടൈറ്റ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, ഫെർദർ നമ്മൾ ന്യൂക്ലിയസിലേക്ക് ഇനി നമ്മൾ ജസ്റ്റ് അത് വരച്ചിട്ടൊന്നുമില്ല, ബട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സ്ട്രക്ചേഴ്സ് ന്യൂക്ലിയസിനകത്ത് കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ന്യൂക്ലിയോപ്ലാസം, N ന്യൂക്ലിയോപ്ലാസം, പിന്നെ ഒരു C ക്രൊമാറ്റിൻ, പിന്നെ വീണ്ടും ഒരു N ന്യൂക്ലിയോളസ്. അങ്ങനെ 3 സ്ട്രക്ചേഴ്സ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങൾ, ഈ ഒരു ഫിഗർ നമ്മുടെ മനസ്സിൽ നമുക്ക് വെക്കാം. നമ്മളിനി ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനും കൂടെ നമുക്ക് നോക്കാം. ബിക്കോസ് അടുത്ത സെക്ഷനിൽ ഈ പിക്ചർ കുറച്ചും കൂടെ മാറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത്രേ പറഞ്ഞോളൂ. നമുക്ക് അതിൻ്റെ സെൻട്രൽ പാർട്ട് സ്ഫെറിക്കൽ, നമ്മൾ ന്യൂക്ലിയസ് വരച്ചു. ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ട്, അത് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഈ ന്യൂക്ലിയസിനെ ഫെർദർ നമുക്ക് 3 ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ 3 ഡിവിഷൻസ് ആണ് ന്യൂക്ലിയോപ്ലാസം, ക്രൊമാറ്റിൻ ആൻഡ് ന്യൂക്ലിയോളസ്. ഇനി വരുന്ന സെക്ഷനിൽ നമ്മൾ ഈ 4 കാര്യങ്ങൾ, ന്യൂക്ലിയർ മെംബ്രെയിനും പിന്നെ ഈ പറഞ്ഞ 3 പാർട്സ് ഓഫ് ന്യൂക്ലിയസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 4th സെക്ഷനിലേക്ക് പോകാം, ന്യൂക്ലിയർ മെംബ്രെയിൻ. നമ്മുടെ 4th സെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ. ഫസ്റ്റ് കാര്യം ന്യൂക്ലിയർ മെംബ്രെയിൻ. നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളിത് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളെ എഴുതിയിട്ടുള്ളൂ. ഒന്ന് 2 ലെയർഡ് ആണ്, 2 പോറസ് ആണ്. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് 2 ലെയേഴ്സ് ആണ് അതിനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോറസ് ആണ്. ദാറ്റ് മീൻസ് അതിന് പോർസ് ഉണ്ട്. ഈ രണ്ട് സെന്റൻസ് മനസ്സിൽ വെച്ചിട്ട്, ഈ രണ്ട് പോയിന്റ് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നതും അതിൻ്റെ ഒപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നു. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഒരു സ്ട്രക്ചർ വരച്ചു ഇല്ലേ, ഒരു സിമ്പിൾ ആയിട്ടൊരു സെൽ സ്ട്രക്ചർ, അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടൊരു ന്യൂക്ലിയസ്. ഇനി ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ആ സ്ട്രക്ചർ റീഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സെല്ല് വരയ്ക്കുന്നു. ഓക്കെ, നമ്മൾ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സെല്ലാണ്. ഓക്കെ, സി മീൻസ് സെൽ. ഇനി ഇതിന് ചുറ്റും എന്തുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, ഒരു വെരി ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് വരയ്ക്കാം. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 ലെയർഡ് ആണ് ന്യൂക്ലിയർ മെംബ്രെയിൻ വരുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഒരു ലെയറും കൂടെ ഇതിന് ചുറ്റും വരും, ശരിയല്ല? അപ്പോൾ ഞാനിതിന് ചുറ്റും ഒരു ലെയറും കൂടെ വരയ്ക്കുകയാണ്. ഓക്കെ, പെർഫെക്റ്റ് അല്ല, അപ്പോൾ നമുക്കറിയാലോ, ജസ്റ്റ് ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. ഇനി നമുക്കറിയാം 2 ലെയർഡിലുള്ള പോയിന്റ് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് എന്ന് പറയുന്നത് പോർസ് ആണ്. ദാറ്റ് മീൻസ് പോർസ് പ്രസന്റ് ആണ്. അപ്പോൾ നമുക്കിനി പോർസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിന് ചുറ്റും പോർസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് 2 ലെയർഡ് ആയിട്ടുള്ള പോറസ് ന്യൂക്ലിയർ മെംബ്രെയിൻ കിട്ടി. ഇനി നമുക്ക് പോയിന്റ്സ്, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാർക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ, ഞാനതിന് N എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ന്യൂക്ലിയസ് ആണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസിന് നമുക്ക് ഫെർദർ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? അത് നമ്മൾ ലെറ്റർ വൈസ് പറയണമെങ്കിൽ NCN. N എന്ന് പറയുന്നത് ന്യൂക്ലിയോപ്ലാസം ആയിരുന്നു, C എന്ന് പറയുന്നത് ക്രൊമാറ്റിൻ ആയിരുന്നു, ആൻഡ് N ഫെർദർ എന്ന് പറയുന്നത് ന്യൂക്ലിയോളസ് ആയിരുന്നു. അതിൽ ആദ്യത്തെ N നമുക്ക് നോക്കാം, ന്യൂക്ലിയോപ്ലാസം.
ഈ ന്യൂക്ലിയസിന്റെ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇത് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ജെല്ലി സബ്സ്റ്റൻസ് ആണ് ന്യൂക്ലിയോപ്ലാസം. നമ്മൾ അതപ്പോൾ നെയിം ചെയ്യാണ് NP എന്നുള്ളത് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിനോട് തന്നെ സിമിലർ ആയിട്ടുള്ള ടേം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ അത്? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് വിത്തിൻ ദ സെൽ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഇതിനോട് തന്നെ സിമിലർ ആയിട്ടുള്ള ന്യൂക്ലിയോപ്ലാസത്തിനോട് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് സൈറ്റോപ്ലാസം. നമ്മൾ കേട്ട് പറ്റിയുള്ള ഒരു വാക്കാണ്. അത് നമുക്ക് ഇത് മാർക്ക് ചെയ്യാം, സൈറ്റോപ്ലാസം എന്നുള്ളത്. രണ്ട് ടേംസിന് തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഒരു ബന്ധമോ റിലേഷൻ ഉണ്ടാവാതിരിക്കുമോ? ഇല്ല, അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതെന്നതാ? അതെന്ന് പറയുന്നതാണ് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കണക്ഷൻ കൊണ്ടുവരികയോ ചെയ്യുന്ന സംഭവമാണ് ഈ പോസ് എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയോപ്ലാസത്തിനും സൈറ്റോപ്ലാസത്തിനും ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേ ക്രിയേറ്റ് ചെയ്യുന്നത് പോസാണ്. ഈ പോസിലൂടെയാണ് ഈ ന്യൂക്ലിയോപ്ലാസവും സൈറ്റോപ്ലാസവും മെറ്റീരിയൽസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് മേക്സ് പോസ് ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പോറസ് ഇല്ലാന്നാണെങ്കിൽ പോസ് ഇല്ലാന്നാണെങ്കിൽ ഇവർ തമ്മിലൊരു എക്സ്ചേഞ്ച് നടക്കില്ല, സെൽസിന് എക്സിസ്റ്റ് ചെയ്യാനും കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ കൂടാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിന് രണ്ട് ലെയേഴ്സ് ഉണ്ടല്ലോ, ഔട്ടറും ഇന്നറും. ഈ ഔട്ടറും ഇന്നറും തമ്മിൽ നമുക്കിവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണാം. ഓക്കെ, ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം കൂടിയാണ്. നമുക്ക് എക്സാംസിൽ നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതാണ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും തമ്മിലുള്ള ഒരു കുഞ്ഞൊരു സ്പേസ് ആണ്. ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പോർസിലൂടെയാണ് ഈ സൈറ്റോപ്ലാസവും ന്യൂക്ലിയോപ്ലാസം അവരുടെ എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത്ര തരത്തിലുള്ള ഒരു എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു സാധനത്തിന് ഡെഫിനറ്റ്ലി പ്രൊട്ടക്ഷൻ വേണം, അല്ലേ? അപ്പൊ ഈ പോർസിന് ഈ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ചുറ്റും പ്രോട്ടീൻ മോളിക്യൂൾസ് വന്ന് ചുറ്റും ഇരിക്കും. അതായത് നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മാത്രം നമ്മൾ എങ്ങനെയാണ് പോർസിനെ കാണുന്നത്, അതെങ്ങനെ നമ്മളൊരു ഹാഫ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആക്ച്വലി ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു ബോൾ പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു ബോൾ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു പോർസ് ആയിട്ടാണ് നമ്മളിതിനെ കാണാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് നമ്മളത് കാണാം. അപ്പോൾ ഈ പോർസിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ചുറ്റും ഇങ്ങനെ പ്രോട്ടീൻ മോളിക്യൂൾസ് വന്ന് ഇരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പോർസ് കുറച്ചും കൂടെ ടൈറ്ററാവും, അത് കുറച്ചുകൂടെ സ്മോളർ ആവും അവരുടെ സൈസ്. അപ്പം നോർമലി ഒരു പോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 80 mm to 100 mm ആണെങ്കിൽ ഇത് വന്നിരുന്ന് കഴിയുമ്പോൾ അത് താഴെ കുറയും, 7 to 9 mm ആയിട്ട് കുറയും. പ്രോട്ടീൻ മോളിക്യൂൾസിൻ്റെ പ്രസൻസ് അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്. ഓക്കെ, നമ്മൾ അതേ ടോപ്പിക്കിനകത്ത് മറ്റൊരു സെക്ഷനിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ വരയ്ക്കുന്നതൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഫോം അല്ല. നമ്മൾ നേരത്തെ പറയും നമുക്ക് ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമ്മൾ ആക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എല്ലാം തന്നെ ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. ഈച്ച് ആൻഡ് എവറി സെൽ ഇസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. അപ്പോൾ വിത്തിൻ എ സെല്ലും ഈച്ച് ആൻഡ് എവറി ഓർഗൻ ഇസ് കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ എ ഡിഫറെൻറ്റ് വേ. അങ്ങനത്തെ ഒരു കണക്ഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഇത് കണ്ട് ഇന്ന് മനസ്സിലാകുന്നിരിക്കാതെ, പക്ഷേ ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റെഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ നമുക്കതിനെ ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, INM, ഷോർട്ട് ഫോം INM. ഇത് ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ഈ ബ്ലൂവിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്, ഒബ്വിയസ്ലി. ഓക്കെ, അപ്പോൾ ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിനും ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിനും നമ്മൾ പറഞ്ഞു ഇതിന് പോർസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പോർസ് ഒരു ഓപ്പണിംഗ് ഏരിയ ആണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം സൈറ്റോപ്ലാസത്തിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വേ ഇവർ തമ്മിൽ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് അവർ പുറത്തേക്ക് കണക്ട് ചെയ്ത് പോകാൻ ഒരു പാത്വേ വേണം, അല്ലേ? ഈ ഒരു പാത്വേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ കാണുന്നത്. ഓക്കെ, എക്സാക്റ്റ് അല്ല, പക്ഷെ നമുക്കറിയാം നമ്മൾ പഠിച്ചൊരു ടേമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അല്ലേ? ER, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടേമാണ്. അശ്വിക നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ടേമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ ഈ റെഡ് കളറിനകത്ത് വരച്ചിരിക്കുന്നത് ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഈ ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ല്യൂമൻ ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഔട്ടർ ബ്ലൂവിൽ വരച്ചിരിക്കുന്നത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിൻ എന്ന രീതിയിൽ ഔട്ടർ സർഫസ് ആയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഇന്നർ എന്നുള്ളത് ഹ്യൂമൻ ഫോം ചെയ്യുന്നു, ഔട്ടർ എന്നുള്ളത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിൻ ഫോം ചെയ്യുന്നു. ഈ ഒരു സ്ട്രക്ചർ കൂടെ നമ്മുടെ മൈൻഡിൽ നമുക്ക് ക്ലിയർലി ഓർത്തിരിക്കണം. ഓക്കെ, അതോടുകൂടെ നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് ന്യൂക്ലിയോപ്ലാസം.
നമ്മുടെ ഫിഫ്ത്ത് ടോപ്പിക് ന്യൂക്ലിയോപ്ലാസം. നമ്മൾ നേരത്തെ വളരെ വേഗിലി പറഞ്ഞു പോയ 2-3 പോയിന്റ്സ് ഉണ്ട്. സ്ട്രക്ചർ ഓഫ് സെല്ല് വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പോയ 2-3 പോയിന്റ്സ്. ആ പോയിന്റ്സ് ആണ് ന്യൂക്ലിയോപ്ലാസത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2-3 പോയിന്റ്സ്. നമുക്ക് ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ NP = CP. NP എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള സിമിലാരിറ്റിയാണ് പോയിന്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇവർ തമ്മിൽ രണ്ടാൾക്കും ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഇവർ രണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് തന്നെയാണ്, പക്ഷെ ഹൈ വിസ്കോസിറ്റി ആണ്. വിസ്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്ലോ അധികം ഇല്ലാത്ത ഒരു ലിക്വിഡ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇവർക്ക് ഹൈ വിസ്കോസിറ്റി ആണ്, ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. രണ്ടാളും സൈറ്റോപ്ലാസത്തിനുള്ളിലാണ് നമുക്ക് ബാക്കിയുള്ള ഓർഗനൈസ് എല്ലാം പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയോപ്ലാസമാണ് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് കാണുന്ന പലതിനെയും അവരെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. തസ് ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന മറ്റ് 2 സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? ന്യൂക്ലിയോളസും ക്രൊമാറ്റിനും. NL-ഉം ക്രൊമാറ്റിനും C. ഈ ന്യൂക്ലിയോളസിനെയും ക്രൊമാറ്റിനെയും സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനായിട്ടില്ല. ജസ്റ്റ് 3 സിമ്പിൾ പോയിന്റ്സ്. ഇനി ഫൈനൽ പോയിന്റ്, നമ്മൾ നേരത്തെ ന്യൂക്ലിയസിനെ സെപ്പറേറ്റ് ആക്കി പറഞ്ഞു, ന്യൂക്ലിയോപ്ലാസം, ക്രൊമാറ്റിൻ, ന്യൂക്ലിയോളസ് എന്നുള്ളത്. ഇനി ഈ ന്യൂക്ലിയോപ്ലാസത്തിനെ നമുക്ക് ഫർദർ 3 ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ 3 ഭാഗങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്: ന്യൂക്ലിയോടൈഡ്സ്, എൻസൈംസ് ആൻഡ് ന്യൂക്ലിയർ മാട്രിക്സ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ന്യൂക്ലിയർ മാട്രിക്സിനാണ്. ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രോട്ടീൻസിന്റെ ഒരു ഫൈബ്രൽ നെറ്റ്വർക്കിനെയാണ് നമ്മൾ പറയുന്നത് ന്യൂക്ലിയർ മാട്രിക്സ് എന്നുള്ളത്. ഈ ഫൈബ്രൽ സ്ട്രക്ചർ പ്രോട്ടീന്റെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മുടെ ക്രൊമാറ്റിൻ അവരുടെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കറിയാം ക്രൊമാറ്റിൻ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, നമുക്കറിയാം. നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ നമ്മളത് പറയും. അപ്പോൾ ഇതിന്റെ ഹെൽപ്പോടെ ഈ ന്യൂക്ലിയർ മാട്രിക്സിന്റെ പ്രോട്ടീൻസിന്റെ പ്രസൻസോ ഹെൽപ്പ് കൊണ്ടുമാണ് ക്രൊമാറ്റിൻ അവരുടെ നെറ്റ്വർക്ക് ഫോം ചെയ്തെടുക്കുന്നത്. ഇതാണ് ഈ ക്രൊമാറ്റിൻ, thus making a bond between chromatin and nucleoplasm. ത്രൂ ന്യൂക്ലിയർ മാട്രിക്സ് ത്രൂ ഒരു ബന്ധം അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ന്യൂക്ലിയോപ്ലാസത്തിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയണം. അപ്പോൾ ഈ ഒരു സെക്ഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ടേം പരിചയപ്പെടുത്താൻ പോവാണ്, ഹയാലോപ്ലാസം. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്ന ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണെന്നും അത് ഹൈലി വിസ്കസ് ആണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ന്യൂക്ലിയോപ്ലാസത്തിന് വൃത്തിയും തന്നെ അത്യാവശ്യം സോളിബിളും ഒരു ലിക്വിഡ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഫ്ലോ ഉള്ള ഒരു സബ്സ്റ്റൻസ്. ഈ സോളിബിൾ ലിക്വിഡ് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഫ്ലോ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹയാലോപ്ലാസം, ന്യൂക്ലിയർ ഹയാലോപ്ലാസം. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാതെ പോകുന്ന ഹയാലോപ്ലാസവും പെരിന്യൂക്ലിയർ സ്പേസ്, ഈ 2 ഇമ്പോർട്ടൻറ്റ് ടേംസും മനസ്സിൽ വെക്കുക. 1 വേർഡ് ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നമ്മുടെ 6th ടോപ്പിക്കാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ക്രൊമാറ്റിനും ക്രോമസോമും നമുക്ക് പരിചയമായിട്ടുള്ള 2 വാക്കാണ്. നമുക്കറിയാം ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ക്രൊമാറ്റിൻ ആണ് പിന്നീട് കണ്ടൻസ് ആയി ക്രോമസോം ആവാൻ നമുക്കറിയാം. ക്രോമസോംസ് ആണ് സെൽ ഡിവിഷനൊക്കെ സെപ്പറേറ്റ് ആയി 2 എൻഡ്സ് ഓഫ് സെല്ലിലേക്ക് പോകാന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബ്രഷിംഗ് ഓഫ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയുന്നത് അവർക്കൊരു ഫൈബറുള്ള സ്ട്രക്ചറാണ്, പ്രോട്ടീൻസിന്റെ ഒരു ഫൈബർ സ്ട്രക്ചറാണ്. ഇവരുടെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മുടെ ക്രൊമാറ്റിൻ ഒരു ഫ്രെയിം വർക്ക് ഫോം ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ക്രൊമാറ്റിൻ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണെന്നുള്ളത് അവിടെ തന്നെ ക്ലാരിഫൈ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഇസ് നോൺ ആസ് ക്രൊമാറ്റിൻ. ഇനി അതിന്റെ സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ മോളിക്യൂൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് ആറ്റംസ് കിട്ടും. ഫർദർ ബ്രേക്ക് ഡൗൺ ചെയ്താൽ അതിനേക്കാളും ചെറുതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ ഒരു ക്രൊമാറ്റിൻ ഫൈബർ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് കിട്ടുന്ന ഏറ്റവും ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് DNA എന്നുള്ളത്. DNAയുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഈ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ കോമ്പാക്ട്ലി പാക്ഡ് ആവും. എന്തിനു ചുറ്റും? ഒരു ഹിസ്റ്റോണിന് ചുറ്റും. ഹിസ്റ്റോൺ നമുക്ക് പരിചയമുള്ള ഒരു ടേമാണ്. എ ഗ്രൂപ്പ് ഓഫ് ബേസിക് പ്രോട്ടീൻസ്, അത്രയേ ഉള്ളൂ ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ പല ബേസിക് പ്രോട്ടീൻസ് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ അവർ ക്രിയേറ്റ് ചെയ്യും. ഈ ബോൾ ലൈക്ക് സ്ട്രക്ചറിന് ചുറ്റും ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാമ്പ് ചുറ്റുന്ന പോലെ ഈ DNA ത്രെഡാണ്, ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ DNA ചുറ്റും ഇത് ചുറ്റുന്നു. ഹിസ്റ്റോണിന് ചുറ്റും നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടെ അവരെ ചുറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കോംപ്ലക്സ് കിട്ടും. ആ കോംപ്ലക്സിന് വിളിക്കുന്ന പേരാണ് DNA ഹിസ്റ്റോൺ കോംപ്ലക്സ്. ഈ DNA ഹിസ്റ്റോൺ ആയിട്ടുള്ള കോംപ്ലക്സ് ആണ് പിന്നീട് പാക്കായി അവരൊരു ന്യൂക്ലിയോസോം ക്രിയേറ്റ് ചെയ്യും. ഈ ക്രൊമാറ്റിൻ ഫൈബറിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഭാഗമാണ് ഈ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഫർദർ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ക്രൊമാറ്റിൻ ഫൈബർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ആണ് പിന്നീട് കണ്ടൻസ് ആയി നമുക്ക്
ക്രോമസോം ക്രിയേറ്റ് ചെയ്യുക. ക്രോമസോമിനകത്താണ് നമ്മുടെ എല്ലാ ജനറ്റിക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ഓഫ് ഹെറിഡിറ്ററി ജനറ്റിക് ഡീറ്റെയിൽസ് എല്ലാം കാണപ്പെടുന്നത് നമ്മുടെ ഈ ക്രോമസോമിലാണ് നമുക്കറിയാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. ഡി എൻ എ കോമ്പാക്ട്ലി പാക്ഡ് വിത്ത് ഹിസ്റ്റോൺ ഫോമിങ് എ DNA histone complex. A DNA histone complex is packed into a nucleosome. Nucleosome ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ക്രോമാറ്റിൻ ഫൈബർ. ക്രോമാറ്റിൻ ഫൈബർ പിന്നീട് കണ്ടൻസ് ആയി ക്രോമസോം ഫോം ചെയ്യും. ഇതാണ് ക്രോമാറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ്റെ വരച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് അവിടെ കാണുന്നത്. നമുക്ക് ഈ പിക്ചർ നമുക്ക് ഒരുപാട് പരിചയമുള്ളതാണ്. NCERT ബുക്സിലൊക്കെ നമുക്ക് പരിചയമുള്ള ഒരു ഡ്രോയിങ് ആണിത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബോൾ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഒക്ടാമർ എന്ന് വെച്ചാൽ 8 ബേസിക് പ്രോട്ടീൻസ് ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒന്നിനാണ് നമ്മൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കുന്നത്. അതിന് ചുറ്റും ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് DNA ഫോം ചെയ്യുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് കോമ്പാക്ട്ലി ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ ആസ് എ ഹോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോംസ്. പല ന്യൂക്ലിയോസോംസ് ഒരുമിച്ച് കൂടുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്രോമാറ്റിൻ ഫൈബർ. അതങ്ങനെ ഫോം ചെയ്തൊരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആ സ്ട്രക്ചർ. അപ്പോൾ ഇതോടെ നമ്മുടെ ക്രോമാറ്റിൻ ടോപ്പിക്ക് തീരുവാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ 7th ടോപ്പിക് ഫൈനൽ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ഡിപ്ലോയിഡ് ആൻഡ് ഹാപ്ലോയിഡ് സെൽസ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് എല്ലാ സെൽസും തന്നെ സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്ന സെൽസിനകത്ത് ഒരു സർട്ടൻ നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ഉണ്ടാകുന്ന ക്രോമസോംസ് സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഒരു സർട്ടൻ നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. ഈ നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നതാണ് 23 pairs of chromosome. 23 pairs of chromosome എന്ന് പറയുമ്പോൾ 46 നമ്പർ ഓഫ് ക്രോമസോംസ്. അങ്ങനെ സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് 46 ക്രോമസോംസ് അല്ലെങ്കിൽ 23 pairs ഓഫ് ക്രോമസോംസ് ഉണ്ടാകുന്ന ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലോയിഡ് സെൽസ് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് ചില സെൽസ് അണ്ടർഗോ ചെയ്യുന്നില്ല സെൽ ഡിവിഷൻ. അങ്ങനത്തെ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് സെൽസ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ റീപ്രൊഡക്റ്റീവ് സെൽസ് സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ കുറവ് നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും. എത്ര കുറവ്? നേരെ പാതി. അതായത് ഇവിടെ വെറും 23 ക്രോമസോംസേ ഉണ്ടാകുള്ളൂ. സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യാത്ത ഏതൊരു സെല്ലിനും ഉണ്ടാകുന്ന ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 23 ക്രോമസോംസ് ആണ്. ആ ടൈപ്പ് ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാപ്ലോയിഡ് സെൽസ് എന്ന് പറയുന്നത്. അതാണ് ഡിപ്ലോയിഡ് ആൻഡ് ഹാപ്ലോയിഡ് സെൽസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക, ഇവിടെ പെയർ എന്നുള്ള ഒരു ഡിഫറൻസ് 46ഉം 23 പെയറും 23 ക്രോമസോംസും ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മൈൻഡിൽ വെക്കുക. അവിടെ മിസ്റ്റേക്ക് ഉണ്ടാവാതെ സൂക്ഷിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എൻഡ് ചെയ്യാണ്. നമ്മൾ ബിഗിൻ ചെയ്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂക്ലിയസിനാണ്. നമ്മൾ എൻഡ് ചെയ്യുന്നത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെൽസിന്റെ ഡിസ്കഷനാണ്. അതോടെ ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് മെൻഷൻ ചെയ്യുക. നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.